നമസ്കാരം. വാർത്തയിലേക്ക് സ്വാഗതം. ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദ പാത്തികൾ രൂപം കൊള്ളുന്നു. സംസ്ഥാനത്ത് ഇനിയും വരുന്ന 3 ദിവസങ്ങളിൽ കൂടി ഈ മഴ തുടരും. പ്രധാന തലക്കെട്ടുകൾ. സംസ്ഥാനത്ത് അതിശക്തമായ മഴ 2 ദിവസം കൂടി തുടരും. വടക്കൻ ജില്ലകളിൽ റെഡ് അലർട്ട്. കോട്ടയം, ആലപ്പുഴ ഉൾപ്പെടെയുള്ള ജില്ലകളിൽ മഴക്കെടുതി രൂക്ഷം. പാണക്കാട്ടെ മണ്ണിടിച്ചിലിന് അനധികൃത പാറ പൊട്ടിക്കൽ കാരണമായെന്ന് മന്ത്രി പി.കെ. കുഞ്ഞാലിക്കുട്ടി. ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഗുരുതര വീഴ്ചയെന്ന് മന്ത്രി. 110 കോടി രൂപ ആവശ്യപ്പെട്ട് കേന്ദ്രത്തിന് കത്തെഴുതി കൃഷിമന്ത്രി ടി സിദ്ദിഖ്. കൊല്ലം നീണ്ടകരയിൽ മത്സ്യബന്ധനത്തിനിടെ ഗൗതം കൃഷ്ണയെ കാണാതായിട്ട് 8 ദിവസം. തിരച്ചിൽ തുടരുന്നു. നാവികസേനയും രംഗത്ത്. ഗൗതമിന്റെ വീട് സന്ദർശിച്ച മന്ത്രി ഷിബു ബേബി ജോൺ. നീറ്റ് മൂല്യനിർണ്ണയത്തിൽ ക്രമക്കേട് ആരോപിച്ച് 6 വിദ്യാർത്ഥികൾ സമർപ്പിച്ച ഹർജി തള്ളി സുപ്രീംകോടതി. ഡൽഹി ഹൈക്കോടതി സമീപിക്കാൻ നിർദ്ദേശം. ചോദ്യപേപ്പർ ചോർച്ചയിൽ വിദഗ്ധ സമിതിയുടെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി CBIയുടെ കുറ്റപത്രം. ചോദ്യപേപ്പർ പരിഭാഷപ്പെടുത്താൻ ചുമതലപ്പെടുത്തിയവർ ചോദ്യങ്ങൾ എഴുതിക്കൊണ്ടുപോയി. ദേഹപരിശോധനയിലും വീഴ്ച. പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ലോക്സഭയും രാജ്യസഭയും ഇന്നത്തേക്ക് പിരിഞ്ഞു. പ്രതിപക്ഷ ബഹളത്തിനിടെ ചർച്ചയില്ലാതെ ശബ്ദ വോട്ടെടുപ്പോടെ MSME ബിൽ പാസാക്കി ലോക്സഭ. ശബരിമല നെയ് ക്രമക്കേട് കേസിൽ വിജിലൻസ് FIRലെ വിവരങ്ങൾ അമൃത വാർത്തകൾക്ക്. PS പ്രശാന്തും അജികുമാറും അന്യായമായ ലാഭമുണ്ടാക്കാൻ ശ്രമിച്ചുവെന്ന് FIR. മിൽമയ്ക്ക് കരാർ നൽകിയത് ദേവസ്വം കമ്മീഷണറുടെ എതിർപ്പ് അവഗണിച്ച്. ദേവസ്വം ബോർഡിന് പ്രതികൾ 2,27 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടാക്കിയെന്നും FIR. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുകയാണ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ടാണ്. ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഏറ്റവും പുതിയ വിവരങ്ങളുമായി കോട്ടയത്ത് നിന്നും പ്രശാന്ത് ജോസഫും വടക്കൻ കേരളത്തിലെ വിവരങ്ങളുമായി അരവിന്ദനും ചേരുകയാണ്. ആദ്യം പ്രശാന്തിലേക്കാണ്. പ്രശാന്ത്, ഈ സൂചിപ്പിച്ചതുപോലെ കോട്ടയത്ത് വലിയ രീതിയിലുള്ള മഴയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കണ്ടത്. പക്ഷേ മഴ അല്പം തോർന്നാൽ കൂടി വെള്ളക്കെട്ട് അതിരൂക്ഷമാകുന്ന സാഹചര്യം. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർ ഇനി എന്ന് മടങ്ങാനാകുമെന്ന ആശങ്കയിൽ നിൽക്കുന്നു. വിവരങ്ങൾ. തീർച്ചയായും സ്വപ്ന, കോട്ടയം ജില്ലയിലെ പടിഞ്ഞാറൻ മേഖലയിൽ വെള്ളക്കെട്ട് മൂലമുള്ള ദുരിതം തുടരുകയാണ്. 4 ദിവസത്തിലധികമായി കോട്ടയം പടിഞ്ഞാറൻ മേഖലയിലെല്ലാം ജലനിരപ്പ് ഉയർന്നു നിൽക്കുകയാണ്. കഴിഞ്ഞ 36 മണിക്കൂറിനിടെ ജലനിരപ്പിൽ കാര്യമായ വ്യതിയാനം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. കോട്ടയം നഗരസഭയുടെ താഴ്ന്ന പ്രദേശങ്ങളിലും അതേപോലെ തന്നെ തിരുവാർപ്പ് പഞ്ചായത്തിലും കഴിഞ്ഞ 24 മണിക്കൂറിനിടെ വെള്ളം ഒട്ടും കുറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഇതിനകത്ത് എടുത്തു പറയേണ്ട കാര്യം. അപ്പോൾ ഈ പടിഞ്ഞാറൻ മേഖലയിലുള്ളവർ ആകെ ദുരിതത്തിലായി മാറുന്ന ഒരു കാഴ്ച തന്നെയാണ്. ഇന്നലെ വരെ 139 ക്യാമ്പുകളിലായി 12,000-ലധികം ക്യാമ്പുകളിലുണ്ടായിരുന്നു. എന്നാൽ ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ ആളുകളുടെ എണ്ണം, ദുരിതാശ്വാസ ക്യാമ്പുകളിലുള്ളവരുടെ എണ്ണം കുറയുമെന്ന് കരുതിയിരുന്നെങ്കിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന കണക്കുകൾ പ്രകാരം 13,000-നടുത്ത് എത്തിയിരിക്കുന്നു ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ എണ്ണം. അപ്പോൾ ഇതിലൊക്കെ 10 മടങ്ങാണ് ബന്ധുവീടുകളിലേക്കും മറ്റും താമസം മാറിയിട്ടുള്ളത്. അപ്പോൾ ഈ പടിഞ്ഞാറൻ മേഖലയിലെ വീടുകളിൽ ഇങ്ങനെ വെള്ളം കയറി കിടക്കുന്ന ഒരു സാഹചര്യത്തിൽ അത് ജനങ്ങളെ വളരെയധികം ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. ജലനിരപ്പ് താഴുന്നില്ല എന്നതിനപ്പുറം ആളുകളെ ആശങ്കയിലാഴ്ത്തുന്നത് ഈ മാറി വരുന്ന കാലാവസ്ഥയാണ്. ഓരോ മണിക്കൂറിലും കാലാവസ്ഥ മാറുന്നു. ഓരോ 3 മണിക്കൂറുകൾ കൂടുമ്പോഴും അലർട്ടുകൾ മാറി വരുന്നു. അപ്പോൾ ആ ജനങ്ങൾ വലിയ രീതിയിൽ ആശങ്കയിലാണ്. കാരണം ഇനിയും സ്വപ്നം മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇനിയും എത്ര നാൾ ക്യാമ്പുകളിൽ കഴിയേണ്ടി വരും എന്നുള്ള ഒരു ആശങ്ക തന്നെയാണുള്ളത്. ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ കാര്യമായി മഴ കോട്ടയം ജില്ലയിൽ ഉണ്ടായിട്ടില്ല. എന്നാൽ പുലർച്ചെ റെഡ് അലർട്ടായിരുന്നു കോട്ടയം ജില്ലയിൽ പ്രഖ്യാപിച്ചിരുന്നത്. ഇപ്പോൾ അത് വീണ്ടും ഓറഞ്ച് അലർട്ടിലേക്ക് മാറിയിട്ടുണ്ട്. അതേസമയം ഇന്നലെയും ഇന്നുമായി വിവിധ മന്ത്രിമാർ കോട്ടയം ജില്ലയിലെ വിവിധ മേഖലകൾ സന്ദർശിച്ച ദുരിതാശ്വാസ പ്രവർത്തനങ്ങളൊക്കെ വിലയിരുത്തി. മന്ത്രി മോൻസ് ജോസഫ് വൈക്കം താലൂക്കിലും അതേപോലെ മന്ത്രി AP അനിൽകുമാർ ചങ്ങനാശ്ശേരി താലൂക്കിലും ഇന്നലെ സന്ദർശനം നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. മന്ത്രി PK ബഷീർ ഇന്ന് കോട്ടയം ജില്ലയിലെ മലയോര മേഖലകളിൽ എത്തി ഈരാറ്റുപേട്ട മേഖലയിലടക്കം സന്ദർശനം നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. ഈരാറ്റുപേട്ടയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ മലവെള്ളപ്പാച്ചിലിൽ വലിയ നാശനഷ്ടം നേരിട്ടിരുന്നു. വ്യാപാര സ്ഥാപനങ്ങളിലും വീടുകളിലുമൊക്കെ വെള്ളം കയറി കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടം നേരിട്ടതായാണ് കണക്കാക്കുന്നത്. പൊതുമരാമത്ത് വകുപ്പിന് മാത്രം മഴക്കെടുതികളിൽ 75 കോടിയോളം രൂപയുടെ നാശനഷ്ടം ഉണ്ടായെന്നാണ് മന്ത്രി പറഞ്ഞത്. അതേപോലെ തന്നെ
കോട്ടയം കാരക്കാട് മേഖലയിൽ നടക്കൽ കാരക്കാട് മേഖലയിൽ ഒരു പാലം പൂർണ്ണമായും ഒലിച്ചുപോയി. പുതിയ പാലമായിരുന്നു. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നിർമ്മാണം പൂർത്തീകരിച്ച ഒരു പാലമാണ് ഒലിച്ചുപോയത്. ഈ പാലം പുനർനിർമ്മിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. അതേപോലെ തന്നെ കടകളിൽ കയറിയതിനെ തുടർന്ന് നാശനഷ്ടം നേരിട്ട വ്യാപാരികൾക്ക് 10,000 രൂപ അടിയന്തര ധനസഹായം നൽകുകയും വെള്ളം കയറിയ മുഴുവൻ വീടുകൾക്കും 10,000 രൂപ വീതം ധനസഹായം നൽകുമെന്നും മന്ത്രി പറഞ്ഞു. വ്യാപാരികൾക്കിടെ നാശനഷ്ടം എത്രയെന്ന് കണക്കാക്കി തീർച്ചയായും ഇത്തരത്തിലുള്ള ധനസഹായങ്ങളടക്കം എത്രത്തോളം പര്യാപ്തമാകുമെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരികയാണ്. ഈ പറഞ്ഞതുപോലെ വെള്ളത്തിലമാനമാടുന്ന ജീവിതങ്ങളാണ്, ചെളിപുരണ്ട ജീവിതം, അതെല്ലാം മാറ്റി പുതിയതായി തുടങ്ങേണ്ടതുണ്ട്. എന്തായാലും മഴ തുടരുമെന്ന സൂചനകൾ തന്നെയാണ്. നമുക്ക് വടക്കൻ കേരളത്തിലെ വിവരങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. 4 ജില്ലകളിൽ റെഡ് അലേർട്ട് ഉണ്ട്. അരവിന്ദൻ ചേരുകയാണ്. അരവിന്ദൻ, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്നിപ്പോൾ റെഡ് അലേർട്ട് ആണ്. ശക്തമായ മഴ, ഒപ്പം കാറ്റിനും സാധ്യതയുണ്ട്. വലിയ രീതിയിൽ 50 കിലോമീറ്റർ മണിക്കൂറിൽ അതിനുള്ള കാറ്റിനും സാധ്യതയുണ്ടെന്ന സൂചനകൾ പുറത്തു വരുന്നു. മാത്രമല്ല മഴക്കെടുതി സംബന്ധിച്ച് ഇപ്പോൾ ഒരു കണക്കിലേക്കൊക്കെ ഇനിയും ആയിട്ടില്ല. എങ്കിൽ കൂടിയും ഏറ്റവും ആദ്യഘട്ടമെന്ന നിലയിൽ ഇപ്പോൾ കേന്ദ്രത്തോട് ഒരു 110 കോടി രൂപ ആവശ്യപ്പെട്ട് നമ്മുടെ കൃഷിമന്ത്രി ടി സിദ്ദിഖ് കത്തെഴുതിയിട്ടുണ്ട്. സ്വപ്ന, തീർച്ചയായും വടക്കൻ മലബാറിൽ മഴ ശക്തമായി തുടരുകയാണ്. പ്രത്യേകിച്ച് കണ്ണൂർ, വയനാട്, കാസർഗോഡ് ജില്ലകളിലാണ് കാര്യമായ മഴയുള്ളത്. റെഡ് അലർട്ട് ആയിരുന്നു. പക്ഷേ അടുത്ത 3 മണിക്കൂറിൽ വയനാട്, കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. 50 കിലോമീറ്ററിൽ വേഗതയിലേറെ ശക്തമായ കാറ്റ് വീശുമെന്നും ഇപ്പോൾ അധികൃതർ അറിയിച്ചിരുന്നു. അതിനാൽ തന്നെ ജില്ലാ ഭരണകൂടങ്ങൾ, ഇവിടങ്ങളിലെല്ലാം ഉള്ള ജില്ലാ ഭരണകൂടങ്ങൾ ഇപ്പോൾ കനത്ത ജാഗ്രതയോടുകൂടിയാണ് സംഭവം നിരീക്ഷിക്കുന്നത്. കണ്ണൂർ ജില്ലയിലെ ചെറുകോൽ പഞ്ചായത്തിലെ ജോസ്ഗിരി മേഖലയിൽ പ്രശ്നം വളരെ രൂക്ഷമാണ്. ഇവിടെ ശക്തമായ കാറ്റും മഴയും നേരത്തെ പെയ്തിരുന്നു. കണ്ണൂർ ജില്ലയിൽ 2 ദുരിതാശ്വാസ ക്യാമ്പുകളായി 35 പേരെയാണ് ഇപ്പോൾ താമസിപ്പിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ മലപ്പുറം ജില്ലയിലും 150ഓളം പേർ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നത്. നമുക്കറിയാം, മണ്ണിടിച്ചിലുണ്ടായ മലപ്പുറത്ത് ആ പ്രദേശത്തുള്ളവരെ മാറ്റി പാർപ്പിച്ചിരിക്കുകയാണ്. എന്ന് തിരിച്ചു വരാൻ കഴിയുമെന്നൊരു ആശങ്ക അവരുടെ ഇടയിൽ നിലനിൽക്കുന്നു. അതിനിടയിലാണ് വീണ്ടും മഴ ശക്തമാകുന്നത്. ഒപ്പം തന്നെ കണ്ണൂർ മേഖലയിലും കോഴിക്കോട് മേഖലയിലും പല സ്ഥലങ്ങളും താഴ്ന്ന പ്രദേശങ്ങളെല്ലാം ഇപ്പോൾ വെള്ളം ഇറങ്ങി ഉണ്ടായിരുന്നുള്ളൂ. അതിനിടയിലാണ് ഇപ്പോൾ മഴ ശക്തമാകുന്നത്. കഴിഞ്ഞ ദിവസം കക്കയം ഡാം തുറന്നുവിട്ടത് മൂലം പല പ്രദേശങ്ങളിലും വീടുകളിലേക്ക് വെള്ളം കയറിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് ആളുകൾ തിരിച്ചു വരാൻ തുടങ്ങുമ്പോഴാണ് വീണ്ടും മഴ ശക്തമാകും എന്നുള്ള മുന്നറിയിപ്പ് ലഭിച്ചിരിക്കുന്നത്. ഇതിനാൽ തന്നെ ജനങ്ങൾ ആശങ്കയിലാണ്. ഈ അവസ്ഥയിലാണ് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിൽ നിന്ന് കൂടുതൽ ദുരിതാശ്വാസ സഹായം ആവശ്യപ്പെടുന്നത്. 110 കോടി രൂപയാണ് കൃഷിമന്ത്രി ആവശ്യപ്പെട്ടിട്ടുള്ളത്. കേന്ദ്രം ഇക്കാര്യത്തിൽ എന്ത് നിലപാടെടുക്കും എന്നുള്ള കാര്യമാണ് ഇനി ആലോചിക്കാനുള്ളത്. തീർച്ചയായും അതിനെയാണ് കാത്തിരുന്ന് കാണേണ്ടത്. വരും ദിവസങ്ങളും സംസ്ഥാനത്ത് മഴ തുടരും. 2-3 ദിവസം കൂടി മഴ തുടരുമെന്ന സൂചനകൾ തന്നെയാണ് ലഭിക്കുന്നത്. റെഡ് അലേർട്ട് 4 ജില്ലകളിൽ, വടക്കൻ ജില്ലകളിൽ നൽകിയിട്ടുണ്ട്. ഒപ്പം ഈ മഴ പെയ്ത വെള്ളക്കെട്ട് രൂപപ്പെട്ട പ്രദേശങ്ങളിലെ ജീവിതം ദുരിതമായി തന്നെ തുടരുന്നു. നിരവധി പേരാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിലടക്കം തുടരുന്നത്. തൃശൂർ, പാലക്കാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പ്രധാന ദേശീയപാതയിലെ കുതിരാൻ ഇരട്ട തുരങ്കത്തിന് മുകളിൽ നേരിയ തോതിൽ മണ്ണിടിച്ചിൽ. പടിഞ്ഞാറൻ തുരങ്കമുഖത്തിന് മുകളിലായി 2 ഭാഗങ്ങളിലാണ് കുന്നിടിഞ്ഞ് മണ്ണും കല്ലുകളും താഴേക്ക് പതിച്ചത്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് സ്ഥലം സന്ദർശിച്ച ശേഷം മന്ത്രി OJ ജനീഷ് പറഞ്ഞു. ഇന്ന് പുലർച്ചെയാണ് മണ്ണിടിച്ചിലുണ്ടായത്. സംഭവം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഹൈവേ പട്രോളിംഗ് സംഘം ഉടൻ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. തുടർച്ചയായ മഴ തുടരുന്ന സാഹചര്യത്തിൽ തുരങ്കത്തിന് മുകളിലെ മണ്ണും മരങ്ങളും ഇനിയും താഴേക്ക് പതിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. ഉന്നതതല പരിശോധനയ്ക്ക് ശേഷം ആവശ്യമെങ്കിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് നാഷണൽ ഹൈവേ അതോറിറ്റി അറിയിച്ചിരിക്കുന്നത്. സംഭവത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദഗ്ധ സംഘം പരിശോധന നടത്തുമെന്നും സ്ഥലം സന്ദർശിച്ച ശേഷം മന്ത്രി OJ ജനീഷ് പറഞ്ഞു. പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് മനസ്സിലാക്കുന്നത്. എന്നിരുന്നാൽ കൂടി ജിയോടെക് എഞ്ചിനീയേഴ്സിൻ്റെ ഉൾപ്പെടെയുള്ള സാന്നിധ്യത്തിൽ ഒരു പരിശോധന നടത്താൻ വേണ്ടി തൃശ്ശൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലുള്ള അവരുടെ കൂടി ഒരു സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി അവരോട് പരിശോധന നടത്തിയതിനു ശേഷമുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അന്തിമ തീരുമാനമെടുക്കും. നിർമ്മാണ സമയത്ത് കിഴക്കേ തുരങ്കമുഖത്ത് സമാന രീതിയിൽ മണ്ണിടിച്ചിലുണ്ടായിരുന്നു. അന്ന് തുരങ്കമുഖം പൂർണ്ണമായും മൂടിപ്പോകുന്ന രീതിയിലായിരുന്നു മണ്ണിടിച്ചിൽ. അമൃത ന്യൂസ്, തൃശൂർ. പാണക്കാട്ടെ മണ്ണിടിച്ചിലിൽ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിന് വീഴ്ച സംഭവിച്ചുവെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. മണ്ണെടുക്കാനുള്ള അനുമതി മറികടന്ന് കല്ല് പൊട്ടിക്കാൻ ശ്രമം നടന്നിരുന്നുവെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. അപകടം നടന്ന സ്ഥലത്ത് ഒരു കാരണവശാലും ഇനി നിർമ്മാണം അനുവദിക്കില്ലെന്നും വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രദേശത്തെ തുടർ നടപടികൾ നിശ്ചയിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതിൻ്റെ അനധികൃതം ആണ് മണ്ണെടുപ്പ്, പാറ പൊട്ടിക്കൽ. മണ്ണെടുത്ത് ചെയ്യാനുള്ള ഒരു പെർമിറ്റ് അവർക്ക് കുറേ മുമ്പേ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ പുറത്താണ് അവർ
ആരും അറിയാതെ എക്സ്പ്ലോസീവ് ഉപയോഗിച്ചത്. അതാണ് ഈ പ്രോബ്ലം മുഴുവൻ ഉണ്ടാക്കുന്നത്. ഒരു പെർമിറ്റും പാറ പൊട്ടിക്കാൻ കൊടുത്തിട്ടില്ല. അതാണ് എക്സ്പ്ലോസീവിന് അവർക്ക് പെർമിറ്റ്. ഞങ്ങൾ ഇവിടെ പൊട്ട് കേട്ടപ്പോഴാണ് അവിടെ മറച്ചത് കണ്ടില്ലേ, അതിനകത്ത് ആരും അറിയാതെ പൊട്ടിച്ചതാണ്. ഇടുക്കി മലങ്കര ഡാമിൽ രാസമാലിന്യം. രാവിലെ മുതൽ ഡാമിലേക്ക് രാസമാലിന്യം ഒഴുകി വരികയാണ്. സമീപത്തെ ഫാക്ടറികളിൽ നിന്നുള്ളതാണ് എന്നാണ് സംശയം. 3 ജില്ലകളിലെ ജലസേചന പദ്ധതികൾക്ക് മലങ്കര ഡാമിനെയാണ് ആശ്രയിക്കുന്നത്. പോലീസും ഗ്രാമപഞ്ചായത്തും അന്വേഷണം തുടങ്ങി. അതിനിടെ KU ജനീഷ് കുമാറിന്റെ ആരോപണം തള്ളി മന്ത്രി PC വിശ്വനാഥ്. MLAയുമായി ഒരുമിച്ച് കോന്നിയിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ചിട്ടുണ്ട് എന്നും ജനീഷ് കുമാറിനെ അങ്ങോട്ട് വിളിച്ചാണ് ക്യാമ്പുകൾ സന്ദർശിക്കാനുള്ള സന്നദ്ധത അറിയിച്ചതെന്നും മന്ത്രി പറഞ്ഞു. ഞാൻ അവിടെ ഗസ്റ്റ് ഹൗസിൽ കിടന്ന് ഉറങ്ങിയെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ അവിടെ 1-ാം തീയതി ചെന്നതാണ്. ഞാനും അദ്ദേഹവും കൂടെ ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിക്കുന്നതിൻ്റെ ചിത്രമാണിത്. അദ്ദേഹം പറഞ്ഞു ഞാൻ അവിടെ കിടന്ന് ഉറങ്ങുകയാണ്, ഉറങ്ങിയാൽ കാര്യം മനസ്സിലാകുമോ എന്നാണ് ചോദിച്ചത്. ഞാനും അദ്ദേഹവും കൂടെ കോന്നി അസംബ്ലി മണ്ഡലത്തിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ ഞങ്ങൾ ഒരുമിച്ച്, ഞാൻ അദ്ദേഹത്തെ അങ്ങോട്ട് വിളിക്കുകയായിരുന്നു, അദ്ദേഹം എന്നെ ഇങ്ങോട്ട് വിളിച്ചതല്ല. പ്രളയത്തിൽ രാഷ്ട്രീയം പറയാൻ താൻ ശ്രമിച്ചിട്ടില്ല എന്ന കോന്നി MLA KU ജനീഷ് കുമാർ. തൻ്റെ നാട്ടിലെ പാവങ്ങളുടെ കാര്യം താനല്ലാതെ ആരാണ് പറയുക? ഇപ്പോഴും മന്ത്രി PC വിശ്വനാഥ് ദുരന്തമുഖത്ത് എത്താൻ തയ്യാറാകുന്നില്ല എന്നും MLA കുറ്റപ്പെടുത്തി. PC വിശ്വനാഥ് KPCC പ്രസിഡന്റായി സംസാരിക്കരുത്. CPM നേതാവായല്ല കോന്നി MLA ആയാണ് ഓരോ കാര്യങ്ങളും ചോദിക്കുന്നത്. കോന്നിയിലെ ആളുകളുടെ ദുരിതം പറയേണ്ടത് താനല്ലേ എന്നും കാപട്യം പ്രചരിപ്പിക്കാനാണ് മന്ത്രിയായ PC വിശ്വനാഥ് ശ്രമിക്കുന്നത് എന്നും ജനീഷ് കുമാർ പറഞ്ഞു. ശബരിമല നെയ്യ് ക്രമക്കേടിൽ അന്യായമായ ലാഭമുണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടെ മുൻ ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്തും ബോർഡംഗം അജികുമാറും പ്രവർത്തിച്ചതായി വിജിലൻസ് FIRൽ. ഉയർന്ന തുകയ്ക്ക് മിൽമയിൽ നിന്ന് നെയ്യ് വാങ്ങാൻ ഇരുവരും ചേർന്ന് അനുമതി നൽകിയെന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. കേസിൽ ജയിലിൽ കഴിയുന്ന പ്രശാന്തിനെയും അജികുമാറിനെയും അന്വേഷണ സംഘം ഉടൻ ചോദ്യം ചെയ്യും. PS പ്രശാന്തും അജികുമാറും അന്യായമായ ലാഭമുണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടെ പ്രവർത്തിച്ചുവെന്നാണ് FIRലെ കണ്ടെത്തൽ. തമിഴ്നാട്ടിലെ കുങ്കുമരാജ് ഡയറി ലിറ്ററിന് 369 രൂപയുടെയും കൊച്ചിയിലെ സ്വാമി അയ്യപ്പ എന്റർപ്രൈസസ് ലിറ്ററിന് 375 രൂപയുടെയും ടെൻഡർ നൽകിയിരുന്നു. എന്നാൽ പ്രശാന്തും അജികുമാറും ചേർന്ന് ഉയർന്ന വിലയ്ക്ക് മിൽമയിൽ നിന്ന് നെയ്യ് വാങ്ങാൻ അനുവാദം നൽകുകയായിരുന്നു. ലിറ്ററിന് 510 രൂപയ്ക്കാണ് മിൽമയ്ക്ക് കരാർ നൽകിയത്. 1,61,535 ലിറ്റർ നെയ്യാണ് ഈ നിരക്കിന്റെ അടിസ്ഥാനത്തിൽ മിൽമയിൽ നിന്നും വാങ്ങിയത്. ഇതിലൂടെ ദേവസ്വം ബോർഡിന് പ്രതികൾ 2.27 കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കിയെന്നാണ് കണ്ടെത്തൽ. 3-ാം പ്രതി മുരാരി ബാബു ശാസ്ത്രീയമായ യാതൊരു അടിസ്ഥാനവുമില്ലാതെ ഒരു ബാച്ച് അരവണ ഉണ്ടാക്കുന്നതിനായി പതിവായി ഉപയോഗിച്ചിരുന്ന 10 ലിറ്റർ നെയ്യ്ക്ക് പകരം 7 ലിറ്റർ മിൽമ നെയ്യ് മാത്രം മതിയാകുമെന്ന റിപ്പോർട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് സമർപ്പിച്ചതായും ആരോപണമുണ്ട്. പ്രതികൾക്കെതിരെ BNS പ്രകാരവും അഴിമതി നിരോധന നിയമപ്രകാരവുമുള്ള കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് FIR രജിസ്റ്റർ ചെയ്തത്. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത്, അംഗമായിരുന്ന അജികുമാർ, മുൻ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ മുരാരി ബാബു എന്നിവരെ പ്രതി ചേർത്താണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. എന്തായാലും ശബരിമല നെയ്യ് ക്രമക്കേടിൽ വിജിലൻസ് സംഘം ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് എത്തിയിരിക്കുന്നു. എബി ചേരുകയാണ് വിവരങ്ങളുമായി. എബി, അങ്ങേയറ്റം ഗുരുതരമായ ഒരു ക്രമക്കേട്, ഒരു അഴിമതി തന്നെയാണ് അവിടെ ആ റിപ്പോർട്ടിൽ രാവിലെ നമ്മൾ പുറത്തുവിട്ടതാണ്. ആ റിപ്പോർട്ടിലെ വിശദാംശങ്ങളടക്കം ഇപ്പോൾ വിജിലൻസ് സംഘം ആരൊക്കെ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത്, അന്വേഷണം എങ്ങനെ? നെയ്യ് ഇടപാടുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ, പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യമുണ്ടാണ്. അതിൽ നടപടികളിലേക്ക് കടക്കുന്ന കൂടി കാര്യങ്ങളാണ്. മുൻ ഭരണസമിതിയുമായി ബന്ധപ്പെട്ടാണ് അത്തരത്തിലൊരു വലിയ ആക്ഷേപം ഉയർന്നു വരികയും തുടർന്ന് നടപടികളിലേക്ക് കടക്കുകയും ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇന്നലെയോടുകൂടി അതിന്റെ ശക്തമായിട്ടുള്ള നടപടികളിലേക്ക് കടക്കുന്നത്. അതിന്റെ വിശദാംശങ്ങളാണ് നമ്മളിപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ FIRൽ ഉണ്ടായിരുന്ന വിവരങ്ങൾ അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത രീതിയിൽ, അല്ലെങ്കിൽ ആ ഒരു തരത്തിലുള്ള ഈ മിൽമയോട് ഉള്ള അല്ലെങ്കിൽ ആ ഒരു സമീപനം, അത് അതിനേക്കാൾ കുറഞ്ഞ ചിലവിൽ അല്ലെങ്കിൽ കുറഞ്ഞ തുകയിൽ ഇത്തരത്തിൽ നെയ്യ് എത്തിക്കാമെന്ന് രണ്ട് സംഘടനകൾ അല്ലെങ്കിൽ 2 ഓർഗനൈസേഷൻസ് പറഞ്ഞിരുന്നെങ്കിലും അതിനകത്തൊന്നും തന്നെ അത് സ്വീകരിക്കാതെയാണ് ഇത്തരത്തിൽ കൂടുതൽ കൂടിയ തുകയ്ക്ക് ഇങ്ങനെ ഒരു നടപടിയിലേക്ക് കടന്നത്. ഇതുമൂലം ദേവസ്വം ബോർഡിന് 2.27 കോടി രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വിലയിരുത്തലായി വന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് FIR
അറസ്റ്റ് ചെയ്യുകയും തുടർന്ന് ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് കടത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് നടക്കുന്നത്. ഇതിന്റെ ഇപ്പോൾ ബോഡി യോഗം നടത്തുന്ന സമയം കൂടിയാണ്. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ വിജിലൻസ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമായി ചൂണ്ടിക്കാണിക്കാനുള്ളത്. 4 ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ബോർഡിന്റെ സമയത്തുണ്ടായിട്ടുള്ള ഈ കരാറുമായി ബന്ധപ്പെട്ട വിവരങ്ങളായിരിക്കും പ്രധാനമായും ചേരുക. ബോർഡ് ചേരുന്ന സമയത്ത് തന്നെ വരിക എന്ന് പറയുന്നവരാണ് ഏറ്റവും ഇതിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്. എന്തായാലും ഉദ്യോഗസ്ഥർ അല്പസമയം മുമ്പാണ് ഇവിടേക്ക് എത്തിയത്. ഇനി ഈ യോഗത്തിന് ശേഷം പ്രസിഡന്റ് മാധ്യമങ്ങൾ കാണുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ കൂടുതൽ വിശദാംശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കൊല്ലം നീണ്ടകരയിൽ വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളിയെ കടലിൽ കാണാതായ സംഭവത്തിൽ തിരച്ചിൽ പുനരാരംഭിച്ചു. കോസ്റ്റ് ഗാർഡ് ഹെലികോപ്റ്ററുകളുടെയും ചെറുബോട്ടുകളുടെയും സഹായത്തോടുകൂടിയാണ് തിരച്ചിൽ നടത്തുന്നത്. കാണാതായ ഗൗതം കൃഷ്ണയെ കണ്ടെത്താനുള്ള തിരച്ചിൽ രാവിലെയാണ് വീണ്ടും തുടങ്ങിയത്. നേരത്തെ മന്ത്രി ഷിബു ബേബി ജോൺ ഗൗതമിന്റെ വീട് സന്ദർശിച്ചു. ഗൗതം കൃഷ്ണയെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് മാതാവ് രേഷ്മ കഴിഞ്ഞ ദിവസം നീണ്ടകര കോസ്റ്റൽ പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധിച്ചിരുന്നു. എൻ്റെ മോനെ കണ്ടെത്തി തരാൻ എന്തെങ്കിലും ചെയ്യാം. എൻ്റെ മോനില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എൻ്റെ മോനെ എനിക്ക് കിട്ടിയാൽ മാത്രം 8ാമത്തെ ദിവസം ഇന്ന് 8ാമത്തെ ദിവസം എനിക്ക് 1 നഷ്ടമാണ്. 3 നഷ്ടത്തിൻ്റെ പുറത്തിരുന്നും കൊണ്ട് ഞാനിതെല്ലാം പറയുകയും എടുക്കുകയും ചെയ്യുന്നെങ്കിൽ എൻ്റെ ഉള്ളിങ്ങനെ തീ പിടിച്ചിരിക്കുന്ന ഒരവസ്ഥ പോലെ എനിക്ക്. ഞാൻ എന്നിട്ടും ഇത്രയും എങ്ങനെയൊക്കെ എനിക്ക് സംസാരിക്കാനും എടുക്കാനും പറ്റി ദൈവമെന്ന് ഞാനിങ്ങനെ ചിന്തിക്കുന്നു. പൊട്ടിപ്പോകുന്ന സാഹചര്യം എനിക്ക് വളരെ കുറവാണ്. എനിക്കിതുവരെ അങ്ങനെ മനസാന്നിധ്യം ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ പൊട്ടി. എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സമയത്ത് നിങ്ങൾ കയറി വന്നത്, അതുകൊണ്ട് മാത്രം ഞാനിപ്പോൾ പൊട്ടിപ്പോകുന്നുള്ളൂ. ഞാൻ ആരുടെ മുമ്പിലും ഇതുവരെ കരയാൻ ഞാൻ നിന്നില്ല. എൻ്റെ ഒരു മനസ്സാണ് ഞാൻ പോയിക്കൊണ്ടിരുന്ന് എൻ്റെ മനസ്സ് തകർന്നിരുന്നു. നിങ്ങൾ കയറി വന്നത്. ഇപ്പം അന്വേഷണം നടക്കുന്നു. കളക്ടർ വന്നു അല്ലേ? എന്ത് പറഞ്ഞു കളക്ടർ? മാഡം വന്നു. നമുക്ക് ഇന്നലെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. 7-7:30 മണിയോടുകൂടി തന്നെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അങ്ങോട്ട് പറഞ്ഞ് പോലീസ് ബോട്ടിൽ പോകുമ്പം നമ്മുടെ മത്സ്യത്തൊഴിലാളികളെയും കൂടെ ഉൾപ്പെടുത്തണമെന്ന് അങ്ങോട്ടൊരു ആവശ്യം പറഞ്ഞു. ചെയ്യാമെന്ന് പറഞ്ഞു. ചെയ്യുകയും ചെയ്തു. മാഡം നമ്മൾ ആവശ്യപ്പെട്ടത് തന്നെ ചെയ്തു തരുന്നുണ്ട്, ചെയ്തുകൊണ്ടിരിക്കുന്നു. അന്വേഷണം ഇപ്പം ഊർജിതമായിട്ട് പോകുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ NTA വിദഗ്ധ സമിതിയുടെ വീഴ്ചകൾ കണ്ടെത്തി CBI തർജ്ജമ ചെയ്യുന്നതിന് ചുമതലപ്പെടുത്തിയവർ ചോദ്യങ്ങൾ പേപ്പറിൽ എഴുതിക്കൊണ്ടുപോയി. ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് വിഷയങ്ങളിലെ വിദഗ്ധരാണ് ചോദ്യങ്ങൾ പുറത്തേക്ക് എത്തിച്ചതെന്നും CBI കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ വ്യക്തമാക്കി. അതേസമയം നീറ്റ് പരീക്ഷയിൽ OMR ഷീറ്റിൽ ക്രമക്കേട് ആരോപിച്ച് വിദ്യാർത്ഥികൾ നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളി. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ച ആസൂത്രിത കുറ്റകൃത്യമായിരുന്നുവെന്ന് കേസ് അന്വേഷിക്കുന്ന CBI പ്രത്യേക അന്വേഷണ സംഘം വ്യക്തമാക്കി. ചോദ്യപേപ്പർ തയ്യാറാക്കുന്നതിനും തർജ്ജമ ചെയ്യുന്നതിനും NTA നിയോഗിച്ച വിദഗ്ധ സമിതി ഗുരുതര വീഴ്ച വരുത്തി. പിടിയിലായ കെമിസ്ട്രി പ്രൊഫസർ കുൽക്കർണി ചോദ്യങ്ങൾ ചെറിയ കടലാസിൽ കുറിച്ചെടുത്ത് ഒളിപ്പിച്ചു കടത്തിയെന്നും CBI കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. മറ്റു 2 പ്രതികൾ ചോദ്യങ്ങൾ മനഃപ്പാടമാക്കി പുറത്തുവെച്ച് എഴുതി നൽകി. 135ഓളം ചോദ്യങ്ങളാണ് ഇത്തരത്തിൽ പുറത്തെത്തിച്ചത്. ദേഹപരിശോധനയിലും CCTV നിരീക്ഷണത്തിലും വീഴ്ച വന്നതായി 2000-ലധികം പേജുകളുള്ള കുറ്റപത്രത്തിൽ അന്വേഷണ സംഘം അറിയിച്ചു. ഡിജിറ്റൽ ഫോറൻസിക് തെളിവുകൾ ലഭിച്ചതായും CBI വ്യക്തമാക്കി. അതേസമയം നീറ്റ് പരീക്ഷയിൽ OMR ഷീറ്റിൽ ക്രമക്കേട് നടന്നുവെന്നാരോപിച്ച് 6 വിദ്യാർത്ഥികൾ നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളി. OMR ഷീറ്റിൽ അടയാളപ്പെടുത്തിയ ഉത്തരങ്ങളും NTA പിന്നീട് നൽകിയ പകർപ്പിലെ ഉത്തരങ്ങളും തമ്മിൽ പൊരുത്തക്കേടുണ്ടെന്നായിരുന്നു വിദ്യാർത്ഥികളുടെ ആരോപണം. ആവശ്യമെങ്കിൽ ഡൽഹി ഹൈക്കോടതിയെ സമീപിക്കാനും കോടതി നിർദ്ദേശിച്ചു. നീറ്റ് UG പരീക്ഷ 2 ഘട്ടങ്ങളിലായി നടത്തുന്നതുൾപ്പെടെയുള്ള പരിഷ്കാരങ്ങൾ സർക്കാരിന്റെ പരിഗണനയിലാണ്. OMR ഷീറ്റിന് പകരം കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷാ രീതിയിലേക്ക് മാറാനും ആലോചനയുണ്ട്. അമൃത ന്യൂസ്, ന്യൂഡൽഹി.
പാർലമെന്റിൽ നിന്നും പ്രതിപക്ഷ പ്രതിഷേധമാണ്. ലോക്സഭയും രാജ്യസഭയും ഇന്നത്തേക്ക് പിരിഞ്ഞു. CJP സമരത്തിലെ പോലീസ് നടപടിയിൽ അമിത്ഷാ മറുപടി പറയാതെ പ്രതിഷേധം അവസാനിപ്പിക്കില്ലെന്ന നിലപാടിലാണ് പ്രതിപക്ഷം. ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പേര് കേട്ടാൽ പോലും ഭീകരവാദികൾ ഭയക്കുമെന്നും അദ്ദേഹത്തിന്റെ മറുപടി പ്രതിപക്ഷത്തിന് താങ്ങാനാകില്ലെന്നും കിരൺ റിജിജു പറഞ്ഞു. FCRA ബിൽ അടുത്തയാഴ്ച സഭയിൽ അവതരിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനം. ബില്ലിന്മേലുള്ള ചർച്ചയ്ക്ക് ആഭ്യന്തരമന്ത്രി മറുപടി പറയും. ക്ഷേമ പെൻഷൻ തടസ്സപ്പെടുത്തുന്ന ഓർഡർ ലക്ഷക്കണക്കിന് ജനങ്ങളെ ബാധിക്കുന്നതെന്ന് KN ബാലഗോപാൽ. ഉത്തരവ് അടിയന്തരമായി പിൻവലിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. നേരിട്ട് പോയി വാങ്ങണമെന്ന തീരുമാനം ആരോഗ്യ പ്രശ്നമുള്ളവരെ ബാധിക്കും. പെൻഷൻ കൃത്യമായി ജനങ്ങളിലേക്ക് എത്താൻ വേണ്ടിയാണ് നേരത്തെ സഹകരണ ബാങ്ക് വഴി വിതരണം ചെയ്യാൻ തീരുമാനിച്ചതെന്നും ബാലഗോപാൽ പറഞ്ഞു. പകുതിയോളം ആളുകൾ ബാങ്കിലെ ട്രാൻസ്ഫർ ഓപ്റ്റ് ചെയ്തവരാണ്. അവരുടെ തന്നെ അഭിപ്രായം സ്വീകരിച്ച് അതുവഴി അവർ കൊടുക്കുന്നതാണ്. ബാക്കിയുള്ള ആളുകൾ നേരിട്ട് ഈ ക്ഷേമ പെൻഷൻ വീടുകളിൽ കൊണ്ടെത്തിച്ച് മേടിക്കുന്നവരാണ്. അതിനകത്ത് കിടപ്പ് രോഗികൾക്ക് അധ്യാപികമാർ പ്രതികളായ MDMA സാമ്പത്തിക ഇടപാട് കേസിൽ അറസ്റ്റിലായി. ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന 5-ാം പ്രതി ജിജൽ കുര്യാക്കോസിനെ പയ്യോളി പോലീസ് രജിസ്റ്റർ ചെയ്ത മറ്റൊരു MDMA സാമ്പത്തിക ഇടപാട് കേസിലും മുൻകൂർ അറസ്റ്റ് രേഖപ്പെടുത്തി. വടകരയിലെ കേസിൽ റിമാൻഡിൽ കഴിയുന്ന പ്രതിയെ കോടതിയിൽ ഹാജരാക്കാൻ വടകര NDPS കോടതി പ്രൊഡക്ഷൻ വാറണ്ട് പുറപ്പെടുവിച്ചു. ഇക്കഴിഞ്ഞ മെയ് 20 മണിയൂർ തുറശ്ശേരിക്കടവ് സ്വദേശിയായ തെക്കേ നെല്ലിക്കുന്നുമ്മൽ മുഹമ്മദ് ഇർഫാനെ 13 ഗ്രാം MDMA-യുമായി പയ്യോളി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ആറന്മുളയിൽ ദുരിതാശ്വാസ പ്രവർത്തനത്തിനെത്തിയ ഓഫ് റോഡ് വാഹനത്തിന് MVD പിഴ ചുമത്തിയ സംഭവത്തിൽ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർക്ക് സസ്പെൻഷൻ. സംഭവത്തിൽ ആറന്മുള MLA അബിൻ വർക്കി ഇടപെട്ട് പിഴ ചുമത്തിയ തുകയടയ്ക്കാൻ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിക്ക് നിർദ്ദേശം നൽകിയിരുന്നു. പ്രളയബാധിതരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് എത്തിക്കാനാണ് ആറന്മുളയിൽ ഓഫ് റോഡ് വാഹനം എത്തിയത്. മിഴുവേലി സ്വദേശിയായ വാഹന ഉടമയ്ക്കാണ് MVD പിഴ ചുമത്തിയത്. പ്രളയസമയത്തല്ല MVDയുടെ ഇത്തരം നടപടികൾ ഉണ്ടാകേണ്ടതെന്നും അബിൻ വർക്കി MLA പ്രതികരിച്ചു. റിപ്പോർട്ടോടെ ഉച്ചവാർത്ത പൂർത്തിയാകുകയാണ്. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിൽ തുടരും. നമസ്കാരം.